ഡ്രാഫ്റ്റിങ്ങിനൊരു പ്രത്യേക ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഫോളോ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഒന്നാമത് ഇൻട്രൊഡക്ഷൻ. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ആദ്യം വരുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അതിലത്തെ എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്ന് പറഞ്ഞുതരാം. നോട്ടീസ് നമ്പർ, തീയതി, ബന്ധപ്പെട്ട ഓഫീസർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്, ഏത് ഓഫീസറാണ്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസറാണോ അല്ലെങ്കിൽ കമ്മീഷണറാണോ, അസിസ്റ്റന്റ് കമ്മീഷണറാണോ, ആരാണ് ഓഫീസർ, GST ഓഫീസിന്റെ അഡ്രസ്സ്, ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. പിന്നെ ഫാക്ട്സ്, കേസിന്റെ അടിസ്ഥാന വിവരങ്ങൾ ഇവിടെ എഴുതണം. എന്താണ് സംഭവിച്ചത്, ഏത് കാലയളവിലാണ് സംഭവിച്ചത്, നോട്ടീസിന്റെ വിഷയം തുടങ്ങിയവ. പിന്നെ നികുതിദായകന്റെ ബിസിനസ് നേച്ചർ. പിന്നെ നോട്ടീസിൽ പറയുന്ന ഇഷ്യൂ. അതിൽ എന്താണ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള പ്രശ്നമെന്ന് മാത്രം നമ്മൾ ഇതിൽ കാണിക്കണം. നമ്മുടെ അഭിപ്രായം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അടുത്ത സ്ട്രക്ചറിൽ വരുന്ന അടുത്ത ഭാഗം എക്സ്പ്ലനേഷൻ. ഇതാണ് റിപ്ലൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നോട്ടീസിൽ പറയുന്ന ഇഷ്യൂ, അതിന്റെ വിശദീകരണം ഇവിടെ കാണിക്കണം. മിസ്മാച്ച് എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി, ടൈമിംഗ് ഡിഫറൻസ് ആണോ, ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണോ, സിസ്റ്റം എറർ ആണോ എന്നിങ്ങനെ വളരെ ക്ലിയറായി പോയിന്റ് വൈസായി എഴുതണം. സപ്രഷൻ ഇല്ല, ടാക്സ് ഇവേഷൻ ഇല്ല എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ വരുന്ന കാര്യം സപ്പോർട്ടിംഗ് ഡാറ്റ. നിങ്ങളുടെ എക്സ്പ്ലനേഷൻ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഇവിടെ ചേർക്കണം. ഉദാഹരണത്തിന് GSTR 1, GSTR 3B കോപ്പീസ്, റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്സ്, ഇൻവോയ്സസ്, പിന്നെ വർക്കിംഗ് ഷീറ്റ്സ്. ഇതൊക്കെയാണ് സപ്പോർട്ടിംഗ് ഡാറ്റ വരുന്നത്. ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രധാനമായിട്ടും ചേർക്കണം. ഡാറ്റ ഇല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ വീക്ക് ആവും. പ്രോപ്പർ അനക്ഷർ ഫോർമാറ്റ് ഉപയോഗിക്കണം. അനക്ഷർ 1, 2 അങ്ങനെ ഉള്ള ഒരു ഫോർമാറ്റാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ വരുന്നത് ലാസ്റ്റ് പാർട്ട് കൺക്ലൂഷൻ ആണ്. ഇതാണ് റിപ്ലൈയുടെ ഏറ്റവും അവസാനത്തെ ഭാഗം. നിങ്ങൾ അതോറിറ്റിയോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വ്യക്തമാക്കണം. ഉദാഹരണത്തിന് നോട്ടീസ് ഡ്രോപ്പ് ചെയ്യണം, ഫർദർ പ്രൊസീഡിങ്സ് ഒഴിവാക്കണം. ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഞാൻ പറയുന്നത്. പൊളൈറ്റ് ലാംഗ്വേജ് ഉപയോഗിക്കണം, റൂഡായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കാൻ പാടില്ല. സാമ്പിൾ ഡ്രാഫ്റ്റ് ഒരു പ്രൊഫഷണൽ റിപ്ലൈ ഫോർമാറ്റ് എങ്ങനെ വേണമെന്ന് പറഞ്ഞുതരാം. GST നോട്ടീസ് റിപ്ലൈ ഒരു പ്രൊഫഷണൽ ഫോർമാറ്റിലായിരിക്കണം. അതായത് 2 ഓഫീസർ ഡീറ്റെയിൽസ്, ഓഫീസറുടെ ഓഫീസറുടെ ഡെസിഗ്നേഷൻ, ഓഫീസറുടെ അഡ്രസ്സ്, ഇതൊക്കെ. സബ്ജക്റ്റ് നോട്ടീസ്, പിന്നെ നോട്ടീസ് റെഫറൻസ് നമ്പർ. സാല്യൂട്ടേഷൻ, റെസ്പെക്ടഡ് സാർ, മാഡം, അതാണ് സാല്യൂട്ടേഷൻ. അടുത്തത് ബോഡി, ഫാക്ട്സ്, പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ, സപ്പോർട്ടിംഗ് ഡാറ്റ, അതൊക്കെ. അതിനുശേഷം കൺക്ലൂഷൻ, പിന്നെ സിഗ്നേച്ചർ. നമ്മുടെ സിഗ്നേച്ചറും കൂടി നമ്മൾ സൈൻ ചെയ്തതിന് ശേഷം റിപ്ലൈ സബ്മിറ്റ് ചെയ്യണം. ഈ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ റിപ്ലൈ ഒരു പ്രൊഫഷണൽ ഡോക്യുമെന്റ് ആയി തോന്നും. ഒരു ഓഫീസർക്ക് വായിക്കാൻ ഇതൊക്കെ എളുപ്പവും സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ആയിട്ട് ഓഫീസർക്ക് തോന്നും. പിന്നെ നോട്ടീസ് റിപ്ലൈ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ക്ലിയർ ആൻഡ് സ്ട്രക്ചർഡ് ലാംഗ്വേജിലാണ് റിപ്ലൈ എഴുതേണ്ടത്. നോട്ടീസിന്റെ റിപ്ലൈ ക്ലിയർ ആയിരിക്കണം, പോയിന്റ് വൈസ് ആയിരിക്കണം. അതുപോലെ ചെറിയ സെന്റൻസ് ഉപയോഗിക്കണം. ഓരോ പോയിന്റ്സിനും ഓരോ സെപ്പറേറ്റ് പാരഗ്രാഫ് ഉപയോഗിക്കണം. ഫാക്ട്സ്, എക്സ്പ്ലനേഷൻ, അതുപോലെ ഡാറ്റ സപ്പോർട്ട് ഒക്കെ സെക്ഷൻ വൈസ് ആയി എഴുതുക. കൺഫ്യൂസിങ് ലാംഗ്വേജ് ഉപയോഗിച്ചാൽ
ഓഫീസർക്ക് ഡൗട്ട് വരും. അതുകൊണ്ട് തന്നെ ക്ലിയർ ലാംഗ്വേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പോയിന്റ് സ്ട്രോങ് ആവും, ഓഫീസർ കൺവിൻസ് ആവും. കുറച്ച് കോമൺ മിസ്റ്റേക്സ് GST റിപ്ലൈ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന കോമൺ മിസ്റ്റേക്സ് പറഞ്ഞുതരാം. ഇമോഷണൽ ലാംഗ്വേജ്. ഒരു റിപ്ലൈ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അധികം കോപം, വിഷമം, നിരാശ, കുറ്റപ്പെടുത്തൽ എന്നിവ കാണിക്കുന്ന രീതിയിൽ എഴുതുന്നത് പ്രൊഫഷണൽ ആയിട്ട് തോന്നില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ എപ്പോഴും തെറ്റാണ് പറയുന്നത്, ഇത് വളരെ അന്യായമാണ്, ഇതിന് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പാടില്ല, ഇതിന് പകരം കാം ആൻഡ് ഫാക്ച്വൽ ലാംഗ്വേജ് ഉപയോഗിക്കണം. The issue may have occurred due to mismatch in record. Further clarification is required in this matter. ഇതുപോലെ പൊളൈറ്റ് ആയിട്ട് വേണം റിപ്ലൈ കൊടുക്കാനായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഡാറ്റ സപ്പോർട്ട് നിർബന്ധമായിട്ട് വേണം. ഡാറ്റ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മുടെ റിപ്ലൈ സ്ട്രോങ് ആവുകയുള്ളൂ. വെറും അഭിപ്രായം പറയുന്നതിന് പകരം ഡോക്യുമെന്റ്സ്, ഫിഗേഴ്സ്, അതുപോലെ ഡേറ്റ്സ്, ഇൻവോയ്സ്, റെക്കോർഡ്സ് തുടങ്ങിയ സപ്പോർട്ടും നമ്മൾ കൊടുക്കണം. അതുപോലെ രണ്ടാമത്തെ കാര്യം, നോട്ടീസ് അല്ലെങ്കിൽ കൊറിയിലെ എല്ലാ പോയിന്റ്സിനും മറുപടി നൽകാതെ ചില കാര്യങ്ങൾക്ക് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻകംപ്ലീറ്റ് റിപ്ലൈ ആണ്. നോട്ടീസിൽ 5 ഇഷ്യൂസ് ഉദാഹരണത്തിന് ഉണ്ടെങ്കിൽ 2 ഇഷ്യൂസിന് മാത്രം എക്സ്പ്ലെയിൻ കൊടുക്കുന്നത് ഇൻകംപ്ലീറ്റ് റിപ്ലൈ ആകുന്നു.